الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ പ്രതിഫലവും അവന്റെ പക്കൽ നിന്നുള്ള മഗ്ഫിറത്തും പ്രതീക്ഷിച്ച് റബ്ബിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള സമാധാനവും രക്ഷയും മഗ്ഫിറത്തും അവൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതകാലം മുഴുവൻ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാനുള്ള ആഫിയത്തും ഈമാനും അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ ദുർബല നിമിഷങ്ങളിൽ സംഭവിച്ചു പോകുന്ന എല്ലാ അബദ്ധങ്ങളെയും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. സഹോദരങ്ങളെ, യാതൊരുവിധ മടുപ്പും ചടപ്പുമില്ലാതെ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ദിക്റും ദുആയും പ്രാർത്ഥനയും നമസ്കാരങ്ങളും ഇബാദത്തുമായി കഴിച്ചുകൂട്ടാൻ സാധിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നാം എന്താണ് വിചാരിക്കുന്നത്? തിന്മകൾ അയാളുടെ മനസ്സിൽ ഒരിക്കലും മൊട്ടിടുന്നില്ല. അത്തരം ചിന്തകൾ ഒരിക്കലും ജനിക്കുന്നില്ല. ഹറാമുകൾക്കുള്ള ഒരു പ്രേരണയോ ഒരു പ്രചോദനമോ ഒന്നുമില്ല. പൂർണ്ണമായിട്ടും അള്ളാഹ്ക്ക് വഴിപ്പെട്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിച്ച് അള്ളാഹുവിന്റെ വിലക്കുകൾക്ക് യാതൊരുവിധ ആ വശത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത തന്നെയില്ലാതെ റബ്ബിന് വഴിപ്പെട്ട് യാതൊരു മടുപ്പും ചടപ്പും കൂടാതെ മറ്റൊരു കാര്യത്തെക്കാളും മറ്റൊരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കാതെ പരിപൂർണമായി തന്റെ റബ്ബിനെ മാത്രം തൃപ്തിപ്പെടുത്തി മുന്നോട്ടു പോകാൻ ശ്രമിക്കുക എന്നതു മാത്രം അജണ്ടയായി മുന്നോട്ടു പോകുന്ന ആളുകൾ, അത്തരം ആളുകൾ ഉണ്ടെങ്കിൽ എത്ര മഹനീയരായിരിക്കും അവർ, അവർക്ക് എത്ര സ്ഥാനങ്ങളുണ്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മെ പഠിപ്പിച്ച കാര്യം, ദീനീ മജ്ലിസിൽ ഇരിക്കുമ്പോഴുള്ള ഈമാൻ, അതേ ഒരു ഭവ്യത നിങ്ങൾക്ക് വീടുകളിലും ലഭ്യമാകുന്നുവെങ്കിൽ ആകാശത്തുനിന്ന് മലക്കുകൾ ഇറങ്ങി വന്ന് ലസാഫഹത്തുകുൽ മലായിക, മലക്കുകൾ നിങ്ങൾക്ക് ഷെയ്ഖാൻഡ് നൽകുമായിരുന്നു എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൻദല റളിയല്ലാഹു അൻഹു നിഫാഖിനെ ഭയപ്പെട്ടുകൊണ്ട് അതിന്റെ അടയാളം ഈമാനിന്റെ ഏറ്റക്കുറച്ചിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഉപദേശമാണത്. സഹോദരന്മാരെ, മലക്കുകളെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ആ മലക്കുകൾ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട അള്ളാഹുവിന്റെ പ്രത്യേകമായ അങ്ങേയറ്റം കരുത്തും ശക്തിയുമുള്ള ആയുസ്സുള്ള
ഒരുപാട് പ്രത്യേകതകളുള്ള, അന്നപാനീയങ്ങൾ ആവശ്യമില്ലാത്ത, ഉറക്കമോ മയക്കമോ ക്ഷീണമോ ആദരത്തിലുള്ള ആലസ്യമോ ബാധിക്കാത്ത വിധം അള്ളാഹുവിന് തസ്ബീഹും തക്ബീറും തഹ്ലീലും ചൊല്ലിക്കൊണ്ട് 4 വിരൽ വെക്കാനുള്ള ഇടങ്ങളിലെല്ലാം മലായിക്കത്തുകൾ സുജൂദിൽ വീഴുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പ്രകാരം നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിന്റെ കൽപ്പനകൾ എന്താണോ, ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, അള്ളാഹുവിന്റെ കൽപ്പനക്കൊട്ടും എതിര് പ്രവർത്തിക്കാത്ത, അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് അപ്രകാരം നിർവഹിക്കുന്ന പടച്ച റബ്ബിന്റെ അനുഗ്രഹീതരായ, ഏറെ പുണ്യം ചെയ്ത കിറാമൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മാന്യന്മാരായ, ഏറ്റവും നല്ല പുണ്യവാളന്മാരായ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുഖറബീങ്ങളായ ആളുകളാണ് മലായിക്കത്തുകൾ എന്ന് പറയുന്നത്. ആ മലക്കുകൾക്കുള്ള ശ്രേഷ്ഠതയും അവരെക്കുറിച്ചുള്ള പ്രാമാണികമായ അധ്യാപനങ്ങളും പഠിക്കലും അറിയലും അത് അപ്രകാരം തന്നെ വിശ്വസിക്കലും നമ്മുടെ ഈമാനിന്റെ രണ്ടാമത്തെ വശമാണ്. കിതാബുകളെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും പറയുന്നതിന് മുമ്പ് അൻ തുഅ്മിന ബില്ലാഹ്, നീ അല്ലാഹുവിൽ വിശ്വസിക്കണം, വമലായികതിഹി, അല്ലാഹുവിന്റെ മലക്കുകളിലും എന്ന് പറഞ്ഞെങ്കിൽ ആ ഒരു വിശ്വാസത്തിനുള്ള പ്രാധാന്യം രണ്ടാം സ്ഥാനം നൽകി അല്ലാഹു നൽകിയത് വെറുതെയല്ലെന്ന കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്രയും മഹനീയരായ ആ മലായികത്തുകൾ, അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ, തന്റെ അടുപ്പം സിദ്ധിച്ച ആളുകളെന്ന് അല്ലാഹു പരിചയപ്പെടുത്തിയ ആ മലക്കുകൾ, സഹോദരന്മാരെ, അല്ലാഹുവിനെ ഏറ്റവും അധികം ഭയന്ന് ജീവിക്കുന്നവരാണ്. മീകായിലും ഇസ്രാഫീലും അതുപോലെ തന്നെ മാലിക്കുമൊന്നും നരകം സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ചിരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ 600 ചിറകുകളുള്ള, നമുക്കൊരിക്കലും സങ്കല്പിക്കാനാകാത്ത അത്രയും വലിപ്പമുള്ള ജിബ്രീൽ നരകം കണ്ട് പേടിച്ച് വിറച്ച് അള്ളാഹുവിന്റെ അടുക്കൽ വന്നു എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ എത്രയാണ് അവരുടെ തഖ്വയും അവരുടെ ഭയഭക്തിയും എന്നത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സഹോദരന്മാരെ, നമ്മളുമായി ഒരുപാട് ബന്ധമുണ്ട് മലക്കുകൾക്ക്. നമ്മെ സംരക്ഷിക്കാൻ ഹഫളത്തിന്റെ മലക്കുകളുണ്ട്. നമ്മുടെ കൂടെ സദാസമയം നമ്മെ നിരീക്ഷിച്ച് നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്താൻ അള്ളാഹു മലക്കുകളെ രേഖപ്പെടുത്തി നിയമിച്ചിട്ടുണ്ട്. കാറ്റിനും ഇടിക്കും മഴക്കും വേണ്ടി അള്ളാഹു മലക്കുകളെ നിയമിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട് സൃഷ്ടിപ്പിന്റെ തുടക്കം തന്നെ മലക്കുകളോട് ഞാൻ ഭൂമിയിൽ മനുഷ്യരെ സൃഷ്ടിക്കാൻ പോകുന്നുണ്ട് എന്ന് മുശാവറ നടത്തിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെ സൃഷ്ടിച്ച ഉടനെ ചെയ്തത് ആദമിന് ഇക്റാമിന്റെ സുജൂദ് മലക്കുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഓരോ കുട്ടിയും മാതാവിന്റെ ഗർഭത്തിൽ 4 മാസം പ്രായമാകുമ്പോൾ മലക്കിനെ പറഞ്ഞയച്ചാണ് അല്ലാഹു റൂഹൂതുന്നതും 4 കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തി വെക്കുന്നതുമൊക്കെ. അങ്ങനെ നമ്മൾ ജനിക്കും മുമ്പും നമ്മൾ ജനിച്ചതിന് ശേഷവും ഇനി നമ്മൾ മരിക്കുന്ന സന്ദർഭത്തിലും നമ്മുടെ റൂഹിനെ പിടിക്കാൻ മലക്കുകളാണ് വരുന്നത്. നമ്മെ കൊണ്ടുപോകുന്നവരാണ്. ആകാശലോകങ്ങളിൽ നിന്ന് നമ്മെ ഒരാകാശത്തിൽ നിന്ന് അടുത്ത ആകാശത്തേക്ക് നമ്മുടെ റൂഹിനെ യാത്രയക്കുന്നത് മലായിക്കത്തുകളാണ്. ആ ആത്മാവിനെ അള്ളാഹുവിന്റെ അടുക്കലെത്തിച്ച് സംസാരം കഴിഞ്ഞ് ശരീരത്തിലേക്ക് തിരിച്ചുവെച്ച് ഖബറിൽ ആ ശരീരമെത്തുമ്പോൾ അതിനെ പിടിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതും മലക്കുകളാണ്. അവിടുന്ന് അങ്ങോട്ടുള്ള യാത്രകളിലെല്ലാം മലക്കുകളുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മരിക്കുന്ന സന്ദർഭത്തിൽ മലക്കുകൾ മനുഷ്യനോട്, വിശ്വാസിയോട് പറയുന്നുണ്ട്, നഹ്നു ഔലിയാഉകും ഫിദ്ദുനിയ, ദുനിയാവിൽ ഞങ്ങൾ നിങ്ങളുടെ സഹായികളായിരുന്നു, പരലോകത്തും നിങ്ങളുടെ കൂടെ ഞങ്ങൾ സഹായികളായി ഉണ്ടാകുമെന്ന് വിശ്വാസികളോട് പറയുന്നുണ്ട്. നമ്മളുമായി ഏറ്റവും അഭേദ്യമായ ബന്ധമുള്ള ഈ മലായിക്കത്തുകൾ ഈ സദസ്സിലിരിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പള്ളിയിലേക്ക് കയറി വരുന്ന ആളുകളുടെ മിമ്പറിലേക്ക് ഖതീബ് കയറും മുമ്പ് ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളുടെയും പേര് വിവരങ്ങൾ രേഖപ്പെടുത്തി ഈ ഖുത്ബ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവർ ഈ പള്ളിയിൽ തന്നെ ഇരുന്ന് ഈ ഖുത്ബ നമ്മോടൊപ്പം സാഗൂതം ശ്രദ്ധിച്ച് കേൾക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ഇടയിൽ അവരുണ്ട്. ആകാശവാസികളാണ് അവരെങ്കിലും ഭൂമിയിലേക്ക് അവർ ഇറങ്ങി വരുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പ്രമാണബദ്ധമായി പഠിപ്പിച്ചിട്ടുണ്ട്. ധാരാളം മനുഷ്യർക്ക് മുമ്പേ സൃഷ്ടിക്കപ്പെട്ട ഇവര് കണക്ക് പറയാനാകാത്ത, വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, അള്ളാഹുവിന്റെ സൈന്യത്തിന്റെ എണ്ണം അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ധാരാളം എണ്ണമുണ്ടവര്. ലൈലത്തുൽ ഖദറിന്റെ അന്ന് ഭൂമിയിലെ മണൽത്തരികൾക്ക് സമാനമായി മലക്കുകൾ ഇറങ്ങുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് വേണ്ടി ആകാശ ലോകത്ത് പണിത ബൈത്തുൽ മഅമൂർ എന്ന അവർക്കുള്ള ഒരു കഅബയുണ്ട്. ആ കഅബയിൽ ഒരു ദിവസം 70,000 മലക്കുകൾ വന്ന് തവാഫ് ചെയ്ത് നമസ്കാരം നിർവഹിച്ച് മടങ്ങുമെന്നും പിന്നീട് അവർ ഒരിക്കലും ആ ബൈത്തുൽ മഅമൂറിലേക്ക് തിരിച്ചു വരികയില്ല എന്നും ഹദീസുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. യുതാ ബി ജഹന്നമ യൗമഇദിൻ ലഹാ 70,000 സിമാമിൻ
വമഅ കുല്ലി സിമാമിൻ 70,000 മലക്കി യജറൂനഹ. നാളെ പരലോകത്ത് നരകത്തെ 70,000 വട്ടക്കണ്ണികളിലായിട്ട് വലിച്ചുകൊണ്ടുവരും. ഓരോ വട്ടക്കണ്ണിയിലും 70,000 മലായിക്കത്തുകൾ ഉണ്ടാകുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ധാരാളം ആളുകളുണ്ട് എന്നാണ് പറയുന്നത്. സഹോദരന്മാരെ, നമുക്ക് കണക്ക് അല്ലാഹു അറിയിച്ചു തന്നിട്ടില്ല. അല്ലാഹു എന്താണ് അവിടെ വിശേഷണങ്ങളെക്കുറിച്ച് പറഞ്ഞത്? മസ്നാ വസുലാസ വറുബാ. അവർക്ക് 2, 3, 4 ചിറകുകളുള്ള മലക്കുകളുണ്ട്. മലക്ക് ജിബ്രീലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ 600 ചിറകുകളുണ്ട്. അർശ് വഹിക്കുന്ന മലക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ചെവിക്കുന്നി മുതൽ ഷോൾഡറിന്റെ അറ്റം വരെ 700 വർഷത്തെ വഴിദൂരം ഉണ്ട് എന്നൊക്കെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസികൾ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ. ആ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ മലായിക്കത്തുകളിൽ നമ്മൾ വിശ്വസിക്കുന്നത്. ഇത്രയും അല്ലാഹുവുമായിട്ട് അടുപ്പമുള്ള, കണക്ക് പറയാനാകാത്ത അത്രയും എണ്ണമുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ കൽപ്പിച്ചത് ആ വർക്ക് കൃത്യമായി നിർവഹിക്കുന്ന ഈ മലായിക്കത്തുകൾ, അവരുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹുവിന്റെ അടുക്കൽ എത്ര സ്ഥാനമുണ്ടാകും? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പർ കയറുമ്പോൾ 3 തവണ ആമീൻ പറഞ്ഞത് എന്തിനായിരുന്നു? മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതിനായിരുന്നു. അതുകൊണ്ട് തന്നെ മലക്കുകൾ നമുക്ക് വിപരീതമായി പ്രാർത്ഥിക്കും, അവർ നമുക്ക് അനുകൂലമായി പ്രാർത്ഥിക്കും. അതുകൊണ്ട് അനുകൂലമായി പ്രാർത്ഥന ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞാനും നിങ്ങളും പെട്ടുപോകാനുള്ള മാർഗം എന്താണെന്നതാണ് ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ വളരെ വേഗത്തിൽ ഓടിച്ചു പോകുന്നത്. ഓരോന്നും നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. കർമ്മപദത്തിൽ അത് കൊണ്ടുവരാൻ നമുക്ക് മടിയുണ്ടാകരുത്. കാരണം എണ്ണം പറയാനാകാത്ത അത്രയും മലക്കുകൾ പടച്ച റബ്ബിനോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ, നാളെ മഹ്ശറിൽ ആ മലക്കുകൾ നമുക്ക് വേണ്ടി ശുപാർശ പറയുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ലാഭമുള്ള മറ്റ് കച്ചവടം എന്താണുള്ളത്? അതുകൊണ്ട് അത് നാം പഠിക്കണം. ഒന്നാമത്തെ കാര്യം സുഹൃത്തുക്കളെ, തൗബ ചെയ്യുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് മലക്കുകളുടെ പ്രാർത്ഥന, വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു, വിശ്വാസികൾക്ക് വേണ്ടി മലക്കുകൾ ഇസ്തിഗ്ഫാർ നടത്തും. റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മ, അല്ലാഹുവേ നിന്റെ കാരുണ്യം നീ എല്ലാറ്റിലും വിശാലമാക്കിയിരിക്കുന്നല്ലോ പടച്ചോനെ, നിന്റെ ഇൽമും. അതുകൊണ്ട് തന്നെ ഫഗ്ഫിർ ലില്ലദീന താബൂ, തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകൾക്ക് നീ ഒന്ന് പുറത്തു കൊടുക്കണേ റബ്ബേ. വത്തബഉ സബീലക, അവർ നിന്റെ വഴിയെ സ്വീകരിച്ചിരിക്കുകയാണ്. വഖിഹിം അദാബൽ ജഹീം, അവരെ നീ ജഹീമിൽ നിന്ന്, ജഹീമിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തേണമേ. താഴ്ഭാഗത്ത് കൂടെ അരുവിയൊഴുകുന്ന ജന്നാത്തു അദ്നിൽ അവരെയും അവരുടെ മക്കളെയും അവരുടെ ഇണകളെയും നീ ചേർക്കേണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. നീണ്ട മലക്കുകൾ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഇവിടെ നമ്മൾ വായിച്ചെടുക്കുന്നത്. സഹോദരന്മാരെ, താബു ലില്ലദീന താബു, തെറ്റുകൾ സ്വാഭാവികമാണ്. തെറ്റ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എത്ര വിഷമമുണ്ടെങ്കിലും മനസ്സിനെ പിടിച്ചു നിർത്താനും പടച്ച റബ്ബിനോട് വാക്കുകൊടുത്ത് ഇനി ആവർത്തിക്കില്ലെന്ന് പറഞ്ഞ് പുറത്തു തരണേ എന്ന് ഖേദം പ്രകടിപ്പിച്ച് ആ തിന്മക്കുള്ള എല്ലാ കവാടങ്ങളെയും കൊട്ടിയടക്കുന്നതാണ് തൗബത്തൻ നസൂഹ, സത്യസന്ധമായ തൗബ. അങ്ങനെ തൗബ ചെയ്യുന്നവർക്ക് മലായിക്കത്തിന്റെ പ്രാർത്ഥനയുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ഒരു ദിവസം 100-ലധികം തവണ അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി എന്ന് ചൊല്ലിയിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ എന്ത് തെറ്റാണ് ചെയ്തത്? ഒരു തെറ്റും ചെയ്യാത്ത മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഇത്രയധികം തൗബ ചെയ്തെങ്കിൽ കണ്ണുകൊണ്ടും കാതുകൊണ്ടും മനസ്സുകൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും നിരവധി അബദ്ധങ്ങൾ അറിഞ്ഞും അറിയാതെയും സംഭവിക്കുന്ന നമ്മൾ എപ്പോഴും തൗബ ചെയ്യണം സഹോദരന്മാരെ, റമദാനിൽ മാത്രമല്ല. അതുകൊണ്ട് മലക്കിന്റെ പ്രാർത്ഥന കിട്ടാൻ തൗബ ചെയ്ത് അല്ലാഹുവിന്റെ വഴിയിലേക്ക് നമ്മൾ മടങ്ങുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം, നമസ്കാരത്തിൽ ഇമാം ഫാത്തിഹ ഓതുമ്പോ ആമീൻ പറയലാണ്. ഇമാം വലദ്ദാലീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആമീൻ പറയണം. മറ്റൊരു ഹദീസിലുള്ളത് ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു, ഇമാം ആമീൻ പറയുമ്പോൾ നിങ്ങൾ ഇമാമിന്റെ കൂടെ ആമീൻ പറയണം. കാരണം ഇമാം ആമീൻ പറയുമ്പോൾ മലക്കുകൾ ആമീൻ പറയും. ആ ആമീനും നിങ്ങളുടെ ആമീനും തമ്മിൽ ചേർന്നാൽ അവരുടെ കഴിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്ന പറഞ്ഞു. അപ്പൊ വലദ്ദാലീൻ ആമീൻ എന്നിടത്ത് നമുക്കൊരു ശ്രദ്ധ വേണം. ആ ഒരു മുവാഫഖത്ത്, ഒരുമിച്ച് ഇമാമിന്റെ കൂടെ ആമീൻ പറയുമ്പോൾ മലായിക്കത്തിന്റെ ആമീൻ കൂടെ ചേരും. അല്ലാഹുവേ ഇവരുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്ന് നമുക്ക് വേണ്ടി മലക്കുകൾ കൂടെ പ്രാർത്ഥിക്കുകയാണ് സഹോദരന്മാരെ. മൂന്നാമത്തെ കാര്യം, നമസ്കാരത്തിൽ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് മലക്കുകളും കൂടെ പറയുന്നുണ്ട്.
അതിന്റെയും കൂടെ ചേർന്നാൽ നമ്മുടെ പാപങ്ങൾ മായ്ക്കപ്പെടുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് നമസ്കാരവുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങളാണ്. ആമീൻ പറയലും അതുപോലെ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയലും. അത് ഇമാം സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ നമ്മൾ അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയുക. അപ്പോൾ മലക്കുകളുടെ ആ വാക്കും നമ്മുടെ വാക്കും തമ്മിൽ യോജിച്ചാൽ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. 4ാമത്തെ കാര്യം, നമ്മുടെ സഹോദരന്മാരുടെ, സ്നേഹിതന്മാരുടെ, കുടുംബക്കാരുടെ, ഇണകളുടെ, മക്കളുടെ, മറ്റുള്ളവരുടെ അസാന്നിധ്യത്തിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദഅാ ലി അഖീഹി ബിളഹ്രിൽ ഗൈബി ഖാലൽ മലക്കുൽ മുവക്കലു ബിഹി ആമീൻ വലക ബിമിസ്ൽ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആരെങ്കിലും തന്റെ സഹോദരന്റെ അസാന്നിധ്യത്തിൽ, രോഗമാണ് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ആൾറെഡി നമ്മൾ സേവ് ചെയ്തു വെച്ച കുറെ സ്റ്റിക്കറുകൾ ഉണ്ടാവും. അത് അബോധാവസ്ഥയിൽ തട്ടിവിടുകയാണ്. മരണവാർത്ത കേട്ടാലും അതുപോലെ തന്നെ മക്കളുണ്ടായി എന്ന് കേട്ടാലും രോഗം കേട്ടാലും അതങ്ങനെ തട്ടിവിടുകയാണ്. സലാം അടക്കലും സലാം പറയലും ഒക്കെ ഇപ്പൊ സ്റ്റിക്കറാണ്. ഒന്ന് നാവ് ചലിച്ചുകൊണ്ടൊരു പറച്ചിൽ പോലും ഇല്ലെങ്കിൽ എന്താകും അതിന്റെയൊക്കെ ഒരു വിധി എന്നത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, ആ സഹോദരന്റെ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ, അവന്റെ വിപത്ത് നീ മാറ്റിക്കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോ എനിക്കും മാറ്റിത്തരണേ എന്ന് പറയാതെ തന്നെ മലക്കുകൾ പറയും, വലക ബിമിസിൽ, നിനക്കും അപ്രകാരം ഉണ്ടാകട്ടെ, ആമീൻ, നിന്റെ പ്രാർത്ഥന പടച്ചോൻ സ്വീകരിക്കട്ടെ എന്ന് മലക്കുകൾ പറയുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവരുടെ പ്രയാസത്തിന് ആശ്വാസത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് ബറക്കത്തിന് വേണ്ടി, നമ്മൾ അവരുടെ വിജയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന ബോധം, ഇത് നമുക്കും ലാഭമാണ്. പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ അഭ്യർത്ഥനകൾ വരുമ്പോൾ നമുക്കും ലാഭമാണ് എന്ന് മനസ്സിലാക്കാം. 5ാമത്തെ കാര്യം സഹോദരങ്ങളെ, എത്രയോ സമയം നമ്മൾ വേസ്റ്റാക്കി കളയുന്നു. എത്രയെത്ര രോഗികളുണ്ട് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പരിസരത്ത്, നമ്മുടെ നാട്ടിൽ. ഒരു ചെറിയ സമയം വിനിയോഗിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് രോഗിയെ കാണാൻ ഇറങ്ങിയാൽ തിരിച്ചു വരും വരെ നമ്മൾ അള്ളാന്റെ സ്വർഗത്തിലെ സൽക്കാരത്തിലാണ്. മാത്രവുമല്ല, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, മാ മിൻ റജുലിൻ യഊദു മരീദൻ മുംസിയ ഇല്ലാ ഖറജ മഅഹു 70000 മലക്കി യസ്തഗ്ഫിറൂന ലഹു ഹത്താ യുസ്ബിഹാന. വൈകുന്നേരം ആരെങ്കിലും ഒരു രോഗിയെ കാണാൻ, ശ്രദ്ധിച്ചു കേൾക്കണം, വൈകുന്നേരം ആരെങ്കിലും ഒരു രോഗിയെ കാണാൻ ഇറങ്ങിപ്പുറപ്പെട്ടാൽ അവന്റെ കൂടെ 70000, 70 എന്ന് പറഞ്ഞാൽ 70, 1000 എന്ന് പറഞ്ഞാൽ 1000, 70,000 മലക്കുകൾ അവന്റെ കൂടെ പോരും. ആ മലക്കുകൾക്ക് എന്താ പണി? യസ്തഗ്ഫിറൂന ലഹു, അവന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. എത്ര വരെ നമ്മളെ വിസിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷേ വൈകുന്നേരം പോയ ഈ ആൾക്ക് വേണ്ടി നേരം വെളുക്കുവോളം പ്രാർത്ഥിക്കും. ഇനി ഒരാൾ നേരം രാവിലെയാണ് പോകുന്നതെങ്കിൽ വൈകുന്നേരമാകും വരെ ഈ 70,000 മലക്കുകൾ അയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടും. അപ്പൊ ഒരു രോഗിയെ സന്ദർശിക്കാൻ പോയാൽ 70,000 മലക്കുകൾ നമ്മളെ കൂടെ വന്നിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞാൽ ചില്ലറ ലാഭമാണോ ഇതെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുക. നമ്മുടെ ഓർമ്മയിലിരിക്കട്ടെ. ഇതൊക്കെ വെറുതെ കേൾക്കാനുള്ളതല്ല, ഇതൊക്കെ നമ്മുടെ ഓർമ്മയിലിരിക്കണം. അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരം വിഷയങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. 6ാമത്തെ കാര്യം സഹോദരന്മാരെ, ദാനധർമ്മമാണ്. ഒരു ദിവസം ഇന്ന് എത്ര രൂപ നമ്മൾ ദാനം ചെയ്തു, ഇന്നലെ എത്ര, മിനിഞ്ഞാന്ന് എത്ര, അതിന്റെ തലേ ദിവസം എത്ര, നമുക്കൊരു കണക്കുണ്ടോ? എന്നാൽ നമ്മുടെ എണ്ണ അടിച്ചതിന്, നമ്മൾ ഭക്ഷണം കഴിച്ചതിന്, നമ്മുടെ മറ്റു കാര്യങ്ങൾക്കൊക്കെ പൈസ ചെലവാക്കി, ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ചെലവാക്കി. പക്ഷെ അള്ളാന്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ചോ? നോക്കൂ, നിങ്ങൾ അള്ളാന്റെ പ്രവാചകൻ പറയാം, മാമി യോമി യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലക്കാനി യൻസിലാനി. ഒരു അടിമയും നേരം പുലരുന്നില്ല, അള്ളാഹു അവരിലേക്ക് 2 മലക്കിനെ പറഞ്ഞയച്ചിട്ടുള്ളത്. 2 മലക്കുകൾ ഇറങ്ങും നേരം വെളുക്കുമ്പോ. ഫയഖൂൽ അഹദുഹുമാ, അവരിൽ ഒരുത്തൻ പറയും, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫാ, അല്ലാഹുവേ കൊടുക്കുന്നവന് ഇരട്ടി കൊടുക്കണം, കൊടുക്കുന്നവനെ നീ ഇരട്ടിപ്പിക്കണം പടച്ചോനെ. വയഖൂലുൽ ആഖർ, അപ്പോൾ മറ്റേ മലക്ക് പറയും, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ, പിടിച്ചു വെക്കുന്നവന്റെ പിശുക്കന്റെ പണം നീ പടച്ചോനെ നീ നശിപ്പിച്ചു കളയണം. ഇപ്പൊ കൊടുത്താൽ കുറഞ്ഞു പോകുമെന്ന് ആരും പേടിക്കണ്ട. കൊടുക്കുമ്പോൾ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. 7ാമത്തെ കാര്യം സഹോദരന്മാരെ, മയ്യത്തിനൊക്കെ സന്ദർശിക്കുമ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. റസൂൽ പറഞ്ഞു, ഇദാ ഹദർതുമുൽ മരീദ് അവിൽ മയ്യിത് ഫഖൂലു ഖൈറാ ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. നിങ്ങൾ ഈ രോഗിനെ കാണാൻ ചെന്നാലും അതുപോലെ തന്നെ മയ്യത്ത് കാണാൻ ചെന്നാലും ഒക്കെ അവിടെ വെച്ചിട്ട് നല്ലതേ പറയാവൂ. കാരണം നിങ്ങളുടെ വാക്കുകൾക്ക് മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. അതുകൊണ്ട് അവിടെ വെച്ചിട്ട് ശാപവാക്കുകള്, ആർത്തനാദങ്ങള് ഇതൊന്നും ഒരിക്കലും ഉണ്ടാകരുത്. മറിച്ച് നല്ല വാക്കുകൾ മാത്രം. അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ റസൂലുള്ളാഹി കയറി ചെന്നിട്ട് എന്താ പറഞ്ഞ്? അല്ലാഹുമ്മ ഗഫിർ ലി അബീ സലമ وارفع درجته في المهديين واخلفه في عقبه من الغابرين واغفر لنا وله يا رب العالمين وافسح له في قبره ونور له فيه.
അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് കാണുമ്പോ ആ പ്രാർത്ഥനയെ പഠിപ്പിച്ചു. അതുകൊണ്ട് നല്ലത് മാത്രം പറയുക, കാരണം മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ രോഗിനെ സന്ദർശിക്കുമ്പോഴും മയ്യത്ത് സന്ദർശിക്കുമ്പോഴും നല്ലത് പറഞ്ഞാൽ പ്രാർത്ഥന കിട്ടുന്നതാണ്. എട്ടാമത്തെ കാര്യം, സുബ്ഹ് അസർ ഇവ രണ്ടിനും ഭയങ്കര പ്രാധാന്യമുണ്ട്. ആ ജമാഅത്തിന്റെ കാര്യത്തിൽ നമ്മൾ കണിശത പുലർത്തുക എന്നുള്ളതാണ്. എല്ലാ ജമാഅത്തും നമ്മൾ കണിശത പുലർത്തണം. പക്ഷേ സുബ്ഹിനും അതുപോലെ തന്നെ അസറിനും ഈ നേരം മലക്കുകൾ ഇറങ്ങുന്നതിന്റെയും കയറുന്നതിന്റെയും സമയമാണ്. യതആഖബൂന ഫീകും മലായിക ബില്ലൈലി വൽ മലായിക ബിന്നഹാർ. രാത്രിയുടെ മലക്കുകൾ, പകലിന്റെ മലക്കുകൾ അവര് കയറി ഇറങ്ങുന്നതും കയറുന്നതും സുബഹിന്റെയും അസറിന്റെയും സമയത്താണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു അവരോട് ചോദിക്കും, കൈഫ തറക്തും ഇബാദി, നിങ്ങൾ എങ്ങനെയാണ് എന്റെ ദാസന്മാരെ വിട്ടേച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, തറക്നാഹും വഹും യുസല്ലൂൻ വഅസൈനാഹും വയുസല്ലൂൻ, ഞങ്ങൾ ചെന്നപ്പോഴും അവർ നിസ്കരിക്കുകയായിരുന്നു, ഞങ്ങൾ പോന്നപ്പോഴും അവർ നിസ്കരിക്കുകയായിരുന്നു എന്ന് മലക്കുകൾ പറയുമെന്നുള്ളതാണ്. അതുകൊണ്ട് സുബഹിന്റെയും അസറിന്റെയും ജമാഅത്തിന്റെ കാര്യത്തിൽ നമ്മൾ കണിശത പുലർത്തുക എന്നുള്ളത്. ഒമ്പതാമത്തെ കാര്യം, നമുക്കൊരു നന്മ അത് വിശുദ്ധ ഖുർആനിലും പ്രമാണത്തിലും ഉള്ളതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മളത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ ഇന്നല്ലാഹ വമലായികതഹു വഅഹ്ലസ് സമാവാതി വൽ അർദ് ഹത്ത അൻ-നംലത ഫീ ജുഹ്രിഹാ വഹത്ത അൽ-ഹൂത് ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസിൽ ഖൈർ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അള്ളാഹുവിന്റെ ആളുകൾക്കിടയിൽ മഹത്വം പറയും. ഓ മലായിക, മലക്കുകൾ പ്രാർത്ഥിക്കും. വഅഹ്ലുസ് സമാവാതി വൽ അർദ്, ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരും പ്രാർത്ഥിക്കും. ഹത്ത നംലത ഫീ ജുഹ്രിഹാ, ഒരു മാളത്തിലുള്ള ഉറുമ്പുകൾ, വഹത്തൽ ഹൂത്, വെള്ളത്തിൽ നീന്തുന്ന മത്സ്യങ്ങൾ, എല്ലാവരും പ്രാർത്ഥിക്കും. അപ്പൊ മലക്കുകള്, ആകാശത്തുള്ളവര്, ഭൂമിയിലുള്ളവര്, ഉറുമ്പുകള്, മത്സ്യങ്ങളടക്കം പ്രാർത്ഥിക്കും. അള്ളാഹു ആകട്ടെ മഹത്വം പറയുകയും ചെയ്യും. ആരെക്കുറിച്ച്? അലാ മുഅല്ലിമിൻ നാസിൽ ഖൈറ, ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകർക്ക് വേണ്ടി എന്നാണ്. അതുകൊണ്ട് നന്മ പഠിപ്പിക്കുന്ന അധ്യാപകരാകണം നമ്മൾ. നമ്മുടെ മക്കൾക്ക് നന്മ പഠിപ്പിക്കാൻ ഉസ്താദുമാരുണ്ടെങ്കിലും നമുക്കറിയുന്ന നന്മകൾ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുത്താൽ ആ നന്മയുടെ മുഅല്ലിമ് നമ്മളാണ്. നമ്മുടെ ഇണകൾക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ പരിചയക്കാർക്ക്, നമ്മുടെ കൂടെ വർഷങ്ങളായി ജോലി ചെയ്യുന്ന ആളുകളോട് ഇന്നേ വരെ തൗഹീദ് പറയാത്ത ആളുകളുണ്ട്, ഒരു നന്മ പറയാത്ത ആളുകളുണ്ട്. നമ്മളിപ്പോ എന്തിനാ പേരൊക്കെ ഇടപെടുന്നത് എന്ന നല്ല മനസ്സായിട്ടാണ് അവരതിനൊക്കെ കാണുന്നത്. സഹോദരന്മാരെ, ഇതൊക്കെ ഒരു അവസരമാണ്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ അവസരം കിട്ടി, നമ്മുടെ കൂടെ പഠിക്കാൻ അവസരം കിട്ടി എന്നതൊക്കെ ഹിദായത്ത് കിട്ടുന്ന കാലത്ത് അവർ സന്തോഷത്തോടുകൂടെ കാണും. അതുകൊണ്ട് നന്മ പഠിപ്പിക്കുന്ന അധ്യാപകരായി മാറാൻ നമ്മൾ ശ്രദ്ധിക്കുക. പത്താമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുക എന്നുള്ളതാണ്. മാ മിൻ അബ്ദിൻ യുസല്ലി അലയ്യ ഇല്ലാ സല്ലത്ത് അലൈഹിൽ മലായികതു മാ സല്ല അലയ്യ, എന്റെ മേൽ സ്വലാത്ത് ചെല്ലുന്നവർക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാണ്. അല്ലാഹുവേ, അവന് നീ കരുണ ചെയ്യണേ, അവന്റെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ, അവന് നീ ഉയർച്ചയും വളർച്ചയും ബർക്കത്തും കൊടുക്കണേ എന്നൊക്കെ മലായികത്തുകൾ പ്രാർത്ഥിക്കും അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. അതുകൊണ്ട് നമ്മൾ ഈ നല്ല ഒരു ഉപദേശങ്ങളൊക്കെ കേട്ടിരിക്കുമ്പോ പറയുന്നത് കേൾക്കുക മാത്രമല്ല നമ്മുടെ റോള്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ശ്രദ്ധ പോയി പോകുന്നതും നമ്മൾ മയങ്ങിപ്പോകുന്നതൊക്കെ. ഒരു ശ്രോതാവായി മാത്രം ഇരിക്കുന്നതുകൊണ്ടാണ്. സത്യത്തിൽ നരകത്തെക്കുറിച്ച് പറയുമ്പോൾ പടച്ചോനെ നരകത്തിൽ നിന്ന് കാക്കണേ, സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ പടച്ചോനെ എന്നെ സ്വർഗത്ത് പ്രവേശിപ്പിക്കണേ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചുണ്ടി ചലിപ്പിക്കുമ്പോ പിന്നെ നമ്മുടെ ശ്രദ്ധ എവിടെ പോകാനാണ്? അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ മലക്കുകൾ നമുക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന ഇനിയും അവസരങ്ങളുണ്ട്. അള്ളാഹു എല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അവരുടെയും പ്രാർത്ഥനയിലൂടെയും അള്ളാഹുവിന്റെ കാരുണ്യം, അവന്റെ റഹ്മത്ത് ലഭിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എപ്പോഴും ഇമാം നമസ്കാരത്തിന്റെ തുടക്കത്തിൽ ഓർമ്മിപ്പിക്കും, സവ്വൂ സുഫൂഫക്കും, നിങ്ങൾ സഫ് ശരിയാക്കുക, ഫഇന്ന തസ്വിയത സുഫൂഫ് മിൻ തമാമിസ് സ്വലാ, സഫ് ശരിയാക്കൽ നമസ്കാരത്തിന്റെ പൂർണ്ണതയുടെ ഭാഗമാണ് എന്നൊക്കെ അടിക്കടി ഓർമ്മപ്പെടുത്തിയാലും ചില ആളുകൾക്കൊക്കെ ചെറിയൊരു വിഷമാണ് അപ്പുറത്തുള്ള ആളുടെ കാലുമായി ചേർത്ത് വെക്കുന്നതൊക്കെ. സഹോദരന്മാരെ, നമ്മൾ ഏകോദര സഹോദരന്മാർ, കജസദിൻ വാഹിദ്, ഒറ്റ ശരീരം പോലെ ജീവിക്കേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയൊന്നും നമുക്കൊരിക്കലും ഉണ്ടാകരുത്. വെളുവെളുത്ത സൽമാനുൽ ഫാർസിയും കറുകറുത്ത ബിലാൽ റബാഹും
സൊഫിൽ ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് കാലുകൾ ചേർത്തുരുമ്മിയിട്ടാണ് നമസ്കാരത്തിൽ നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹാബത്തിന്റെ നമസ്കാരത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ യുൽസിഖു ഖദമൈൻ, അവരുടെ കാലുകൾ അവർ ഒട്ടിച്ചു വെക്കുമായിരുന്നു. അങ്ങനെയാണ് നമസ്കാരത്തിൽ നമ്മൾ നിൽക്കേണ്ടത്. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകളുടെ പ്രാർത്ഥനകൾ ലഭിക്കും. സൊഫ് ചേർന്ന് വളവില്ലാതെ വിടവില്ലാതെ നമ്മൾ ശരിയായി നിൽക്കുമ്പോൾ ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലല്ലദീന യസിലൂന അസ്സുഫൂഫ വമൻ സദ്ദ ഫുർജ റഫഅഹു അല്ലാഹു ബിഹാ ദറജ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്വം പറയുകയും മലക്കുകൾ പ്രാർത്ഥിക്കുകയും ചെയ്യും ആരുടെ മേൽ? സൊഫ് ശരിയാക്കി വിടവുകൾ നികത്തി നിസ്കാരം നിർവഹിക്കുന്ന ആളുകൾക്ക്. അത് മാത്രമല്ല അവരുടെ ദറജ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിക്കൊടുക്കുകയും ചെയ്യുമെന്നാണ്. അതുകൊണ്ട് ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ, പക്ഷെ വലിയ വലിയ ഓഫറാണ് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെ. എന്താ പോകുന്ന അടുത്തിക്കണമെന്ന് ചേർത്തിക്കാൻ വല്ല പണിയുണ്ടാവും? ഒരു പണിയില്ല. ഇനിയിപ്പോൾ ആര് പറഞ്ഞിട്ടില്ലെങ്കിലും അത് നിൽക്കാൻ വലിയ റിസ്ക് ഒന്നും ഇല്ലാത്ത കാര്യം. പക്ഷെ ഇത്തരം ഒരു കാര്യത്തിൽ അള്ളാഹു നൽകുന്ന ഓഫർ നോക്കി നിങ്ങൾ അള്ളാഹു മഹത്വം പറയുന്ന മലക്കുകൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന പടച്ച റബ്ബിന്റെ അടുക്കൽ ദറജ ഉയർത്തപ്പെടുന്ന ഒരു കാരണമാണ്. അതുപോലെ തന്നെ ഒന്നാമത്തെ സൊഫ് അല്ലെ, നമുക്ക് കംഫർട്ടായ ഒരു പ്ലേസ് എന്നും ഉണ്ടാവും. അവിടെ തന്നെ വന്ന് കുത്തിരിക്കുക എന്നുള്ളത് നമുക്ക് കൂലി നഷ്ടപ്പെട്ടു പോകുന്നൊരു കാര്യമാണ്. എവിടെയാണോ മുൻപന്തിയിൽ സീറ്റ് അവിടെയാണ് നമ്മൾ വന്നിരിക്കേണ്ടത്. മനസ്സിലായില്ലേ? ആദ്യം വരുന്നവർക്കാണ് മുന്നിലുള്ള സീറ്റ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അല സഫിൽ അവ്വൽ. ഒന്നാമത്തെ സൊഫിൽ നിന്ന് നമസ്കരിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ അടുത്ത് വലിയ സ്ഥാനമുണ്ട്. അതുകൊണ്ട് ബാങ്കിന്റെയും ഒന്നാം സൊഫിന്റെയും മഹത്വം അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ മത്സരിച്ച് തിരക്ക് കൂട്ടുമായിരുന്നു. അവനവിടെ ടോസ് ഇടേണ്ട അവസ്ഥ ഉണ്ടാവും. നറുക്കെടുപ്പ് നടത്തിയിട്ടായിരിക്കും ഒന്നാമത്തെ സൊഫിൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ഒന്നാമത്തെ സൊഫ് മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന സൊഫാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമസ്കാരം കാത്തിരിക്കുന്ന നമസ്കാരത്തിന്റെ വലതുഭാഗം മറ്റൊരു ഹദീസിൽ ഇങ്ങനെയാണ്, ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലാ മയാമിനി സുഫൂഫ്. സൊഫിന്റെ വലതുഭാഗത്ത് ഇടം പിടിക്കുന്നവർക്ക് വേണ്ടിയും മലക്കുകൾ പ്രാർത്ഥിക്കും. അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് പ്രത്യേക സ്ഥാനമുണ്ടാകും. നമസ്കാരത്തിന് വേണ്ടി നമ്മൾ പള്ളിയിൽ കാത്തിരിക്കുക. لا يزال العبد في صلاته ما كان في مصلاه ينتظر الصلاة وتقول الملائكة اللهم اغفر له اللهم ارحمه. കുറച്ചു നേരത്തെ നമ്മൾ വന്നിട്ട് ഇവിടെ വന്ന് നിസ്കാരം കാത്തിരിക്കുക എന്നുള്ളത് നമുക്ക് നഷ്ടമല്ല, നമുക്ക് ലാഭമാണ്. ആ ഇരുത്തത്തിൽ നമസ്കാരം കാത്ത് പള്ളിയിലിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി മലക്ക് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ ർഹംഹു. മലക്കുകൾ പ്രാർത്ഥിക്കും, അല്ലാഹു പുറത്തു കൊടുക്കണേ, അവന് നീ കരുണ ചെയ്യണേ എന്ന്. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. ചെറിയൊരു ശ്രദ്ധ ഉണ്ടായാൽ എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ദിക്റും ദുആയുമായിട്ട് ഇരിക്കുക. അൽ മലായികതു തുസല്ലി അലാ അഹദികും മാ ദാമ ഫീ മുസല്ല അല്ലദീ സല്ല ഫീ മാ ലം യുഹ്ദിസ്. ഒരാൾ അയാളുടെ വുളു നഷ്ടപ്പെടാതെ, നേരത്തെ ഹദീസിലും അങ്ങനെ തന്നെയാണ്, മാ യുഹ്ദിസു, അയാളുടെ വുളു നഷ്ടപ്പെടാതെ എന്നുള്ളതാണ്. വുളു നഷ്ടപ്പെടാതെ നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ നമസ്കരിച്ച സ്ഥലത്ത് തന്നെ ദിക്റും ദുആയുമായിട്ട് ഇരിക്കുന്ന സമയം അത്രയും നമുക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ ർഹംഹു. രണ്ട് സമയത്തും വുളു നഷ്ടപ്പെടാതെ നമസ്കാരം കാത്തിരിക്കുക, വുളു നഷ്ടപ്പെടാതെ നമസ്കാരം കഴിഞ്ഞിട്ട് ആ സ്ഥലത്ത് ഇരിക്കുക എന്നുള്ളത് മലക്കുകളുടെ പ്രാർത്ഥന കിട്ടാനുള്ള മാർഗമായിട്ട് പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ വുളുവോടുകൂടി ഉറങ്ങുക. സ്വതവേ ഉറങ്ങുമ്പോൾ ഈ വുളു എടുക്കുക, ദിക്ർ ചെല്ലാക്കുക ഭയങ്കര മടിയുണ്ടാണ് കാര്യം. ഈ മടി നീങ്ങാനുള്ള രണ്ട് ഓഫറുകളാണ്. ഒന്ന്, വുളു എടുത്താൽ കിട്ടുന്ന കാര്യം എന്താ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആരെങ്കിലും മൻ ബാത ത്വാഹിറൻ ബാത ഫീ ശിആരിഹി മലകുൻ ഫലം യസ്തഖിൽ ഇല്ലാ ഖാലൽ മലക് അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദിക ഫുലാൻ ഫഇന്നഹു ബാത ത്വാഹിറാ. ഒരാള് വുളുവോടുകൂടെ ഉറങ്ങിക്കഴിഞ്ഞാൽ അവന്റെ തലഭാഗത്തിരുന്ന് മലക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കും, അല്ലാഹുവേ അവന് നീ പുറത്തു കൊടുക്കണമേ, കാരണം അവൻ ശുദ്ധനായി വൃത്തിയോടുകൂടെയാണ് അവന് പിന്നെ ഉറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടും. നമ്മളൊന്ന് വെള്ളം തൊട്ടാല്, വുളു എടുത്താല് മലക്കുകളുടെ പ്രാർത്ഥന കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആ മടി നീങ്ങും. രണ്ടാമത്തെ എന്താണ്? പ്രാർത്ഥിക്കാനുള്ള മടിയാണ്. അതായത് വുളുവോടുകൂടെ പ്രാർത്ഥിച്ച ഒരാൾ ഉറങ്ങി ആ രാത്രിയിൽ അയാൾ മരിച്ചാൽ അയാൾക്ക് സ്വർഗ്ഗാണ്. മരണം ഒന്നില്ലേ പകല് അല്ലെങ്കിൽ നൈറ്റ് ഉണ്ടാവുക. രാത്രിയാണ് മരണത്തിന് ഒരുങ്ങാൻ ഏറ്റവും എളുപ്പം. ദിക്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരാൾ കിടന്നാൽ ആ രാത്രികൾ മരിച്ചാൽ അയാൾക്ക് സ്വർഗ്ഗമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ
മലക്കിയുടെ പ്രാർത്ഥന കിട്ടുന്ന മറ്റൊന്ന് നോമ്പുകാർക്ക് ഭക്ഷണം നൽകുക, അതായത് നോമ്പ് തുറപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നോമ്പിന് അത്താഴം കഴിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ മലക്കിയുടെ പ്രാർത്ഥന കിട്ടാനുള്ള പ്രമാണബദ്ധമായിട്ട് വന്നിട്ടുള്ള വഴികളും മാർഗങ്ങളുമൊക്കെ നമ്മൾ ഒന്നും കൂടെ കേട്ട് മനസ്സിലാക്കി ജീവിതത്തിന്റെ ഭാഗമാക്കുക. പ്രത്യേകിച്ച് പരിശുദ്ധമായ പരിഭാവനമായ ഒരു മാസത്തിലേക്ക്, മുഹറത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ്. ഏറ്റവും നല്ല മാസങ്ങളായി പരിചയപ്പെടുത്തിയ മുഹറ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, അള്ളാഹുവിന്റെ മാസം എന്ന് പരിചയപ്പെടുത്തിയ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് നന്മകളുമായി തൗബ ചെയ്ത് തിന്മകളിൽ നിന്ന് മാറി നിന്ന് പ്രവേശിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളും അള്ളാഹു പൂർത്തീകരിക്കട്ടെ. അള്ളാഹു എല്ലാ ഫിത്നയെടുത്തൊട്ടും നമ്മെ തടയുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാറ്റിലും ബറക്കത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്ത് സമാധാനവും സന്തോഷവും സ്വാതന്ത്ര്യവും നിലനിർത്തി തരുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീന് പാലിച്ച് മരണം വരെ ഹിദായത്തിലായി കഴിച്ച് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് റബ്ബിലേക്ക് സ്വർഗ്ഗക്കാരനായി മരിച്ചു പോകാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.